2020 ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സർവൈവൽ സിനിമയാണ് എലൈവ്. പെട്ടെന്നൊരു ദിവസം ഒരു സിറ്റിയിൽ സോംബി വൈറസ് പടർന്നു പിടിച്ചു. അത് കാരണം ഒരാൾ ഒഴികെ സിറ്റിയിലുള്ള ബാക്കി എല്ലാവരും സോംബികളായിട്ട് മാറി. അങ്ങനെ അയാള് സോംബികളുടെ പിടിയിൽ പെടാതെ ആ സിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ സിയോളിലാണ് കഥ നടക്കുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജോന്റെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. രാവിലെ ഒരുപാട് വൈകിയാണ് അവൻ ഉറക്കമെണീറ്റത്. അപ്പോഴേക്കും അവന്റെ പാരന്റ്സും സഹോദരിയും ഒക്കെ ജോലിക്ക് പോയിരുന്നു. നോക്കിയപ്പോൾ ഡൈനിങ് ടേബിളിൽ ഒരു നോട്ട് ഇരിക്കുന്നത് കണ്ടു. അത് അവന്റെ അമ്മ എഴുതി വെച്ചിട്ട് പോയതാണ്. മാർക്കറ്റിൽ ചെന്ന് പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വരണമെന്നാണ് നോട്ടിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റിൽ പോകുന്നതിന് പകരം അവൻ ചെന്ന് പബ്ജി കളിക്കാൻ തുടങ്ങി. സംഭവം ഇവനൊരു യൂട്യൂബ് സ്ട്രീമറാണ്. അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പബ്ജി കളിക്കുന്നതിനിടയിൽ സിയോൾ സിറ്റിയിൽ മാരകമായിട്ട് എന്തോ സംഭവിക്കുന്നുണ്ടെന്നും നീ പെട്ടെന്ന് ചെന്ന് വാർത്ത വെച്ച് നോക്കെന്നും ഒരു ഫ്രണ്ട് ജോണിന്റെ അടുത്ത് പറഞ്ഞു. ജോൺ വേഗം ചെന്ന് TV ഓൺ ചെയ്തു. എന്തോ കാരണത്താൽ ഈ സിറ്റിയിലെ ആൾക്കാരെല്ലാം ഭയങ്കര വയലന്റ് ആയിട്ട് മാറിയിരിക്കുന്നു. എല്ലാവരും വളരെ തീവ്രമായ രീതിയിൽ തമ്മിൽ തല്ലി ചാവുകയാണ്. ഇപ്പോൾ പുറത്തിറങ്ങുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും എന്നൊക്കെയാണ് TV ന്യൂസിൽ പറയുന്നത്. ന്യൂസ് കാണുന്നതിനിടയിൽ ജോന്റെ ഫോണിലും ഇത് അറിയിച്ചുകൊണ്ടൊരു എമർജൻസി മെസ്സേജ് വന്നു. അപ്പോഴാണ് പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് ജോൺ ശ്രദ്ധിച്ചത്. ജനാല വഴി നോക്കിയപ്പോൾ സിറ്റി മുഴുവൻ സോംബികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സോംബികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആൾക്കാരെല്ലാം ഇങ്ങോട്ടൊന്നില്ലാതെ ഓടുകയാണ്. ചിലര് ഏതെങ്കിലും ബിൽഡിങ്ങുകളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മറ്റു ചിലര് വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടുന്നു. അതിനിടയിൽ അപകടങ്ങൾ സംഭവിച്ച് പൊട്ടിത്തെറികളും ഉണ്ടാകുന്നുണ്ട്. സോംബികളുടെ കടി കിട്ടുന്ന മനുഷ്യരും സോംബികളായി മാറുകയാണ്. ജോന്റെ അപ്പാർട്ട്മെന്റിന് പുറത്തും എന്തൊക്കെയോ ശബ്ദം കേൾക്കാം. അപ്പോൾ ഈ ബിൽഡിങ്ങിലും സോംബികൾ കയറി ആക്രമണം തുടങ്ങിയെന്ന് അവന് മനസ്സിലായി. പേടിച്ച് അവൻ ചെന്ന് വാതില് തുറന്നു നോക്കിയതും ഉടനെ അവന്റെ അയൽവാസി ജെയിംസ് ജോന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറി വന്നു. ജെയിംസിന്റെ ബ്രദറും സോംബി ആയിട്ട് മാറിയിരിക്കുകയാണ്. ബ്രദർ ജെയിംസിനെ ആക്രമിച്ചു. അങ്ങനെ ബ്രദറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് ഓടിക്കേറി വന്നത്. ജോൺ അവനെ പിടിച്ച് പുറത്താക്കാൻ നോക്കി. അപ്പോൾ ഞാൻ പുറത്തു പോകാം, പക്ഷെ അതിനു മുന്നേ എന്നെ ഇവിടുത്തെ ബാത്റൂം യൂസ് ചെയ്യാൻ അനുവദിക്കണമെന്ന് ജെയിംസ് പറഞ്ഞു. ജോൺ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ജെയിംസ് ബാത്റൂമിൽ പോയ സമയം ജോൺ വീണ്ടും ന്യൂസ് കണ്ടു. എന്തോ ഒരു വൈറസ് കാരണമാണ് ആൾക്കാരൊക്കെ സോംബികളായിട്ട് മാറുന്നത്. ഈ സിറ്റിക്ക് സമീപമുള്ള മറ്റ് സിറ്റികളിലും ഇപ്പോൾ ഈ വൈറസ് പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കടി കിട്ടിയ ഉടനെ സോംബികളായിട്ട് മാറില്ല. അതിന് കുറച്ച് മിനിറ്റുകൾ എടുക്കും. അതിനാൽ ദേഹത്ത് എന്തെങ്കിലും മുറിവുകൾ ഉള്ളവരെ കണ്ടാൽ സൂക്ഷിക്കണം എന്നൊക്കെയാണ് വാർത്തയിൽ പറയുന്നത്. അത് കേട്ട് ജോൺ പേടിച്ചുപോയി. കാരണം ജെയിംസിന്റെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു. അപ്പോഴാണ് ജെയിംസ് ബാത്റൂമിൽ നിന്ന് വന്നത്. ജോൺ പെട്ടെന്നൊരു കത്തിയെടുത്ത് അവന് നേർക്ക് പിടിച്ചു. എന്നിട്ട് മര്യാദയ്ക്ക് എന്റെ അപ്പാർട്ട്മെന്റിൽ നിറങ്ങി പോകാൻ പറഞ്ഞു. എനിക്ക് കടിയൊന്നും കിട്ടിയിട്ടില്ലെന്നും ഞാൻ സേഫ് ആണെന്നുമാണ് ജെയിംസ് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞു തീർന്നതും ജെയിംസ് സോംബിയായി മാറാൻ തുടങ്ങി. ഉടനെ അവൻ ജോണിനെ ആക്രമിക്കാൻ വന്നു. ജോൺ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജെയിംസിനെ പിടിച്ച് പുറത്താക്കി. പിന്നെ ഡോറിലുള്ള ഹോളിലൂടെ നോക്കിയപ്പോൾ ഒരു വലിയ തടിയൻ സോംബി വന്ന് ജെയിംസിനെ ആക്രമിച്ച് കൊല്ലുന്നത് കണ്ടു. അത് കണ്ട് ജോൺ ആകെ പേടിച്ച് വിറച്ചുപോയി. ശേഷം ഡോർ സേഫ് അല്ലെന്ന് തോന്നിയിട്ട് അവൻ ഫ്രിഡ്ജിനെ വലിച്ചു നിരക്കി ഡോറിന് മുന്നിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പാരന്റ്സിനെ വിളിച്ചു നോക്കി. പക്ഷേ സിഗ്നൽ കിട്ടുന്നില്ല. അപ്പോഴാണ് പാരന്റ്സ് മെസ്സേജ് അയച്ചത്. ഞങ്ങൾ ഇവിടെ സേഫ് ആണെന്നും നിന്റെ അനിയത്തിയും നമ്മുടെ കൂടെ ഉണ്ടെന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇവിടെ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണെന്നുമാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതറിഞ്ഞപ്പോൾ ജോണിന് സമാധാനമായി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അവൻ വാർത്ത വെച്ച് നോക്കി. ഈ സോംബികളെല്ലാം ഏതാനും ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ചത്തുപോകും. സിറ്റികളിൽ കുടുങ്ങിപ്പോയവരെല്ലാം അത്രയും മാസങ്ങൾ പുറത്തിറങ്ങാതിരുന്നാൽ രക്ഷപ്പെടാമെന്നാണ് വാർത്തയിൽ പറയുന്നത്. അപ്പോഴാണ് ഇവിടെ വേണ്ടത്ര ആഹാരമില്ലെന്ന കാര്യം ജോൺ ഓർത്തത്. അമ്മ പറഞ്ഞതുപോലെ രാവിലെ എണീറ്റ് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാത്തത് വലിയ മണ്ടത്തരമായി പോയെന്ന് അവന് തോന്നി. ശേഷം ഞാൻ അതിജീവിച്ചേ മതിയാകൂ എന്നൊരു നോട്ട് എഴുതി അവൻ ആ നോട്ട് ഫാമിലി ഫോട്ടോയിൽ വെച്ചു. അടുത്ത ദിവസം രാവിലെ അവൻ വീണ്ടും പാരന്റ്സിനെ വിളിച്ചു നോക്കി. പക്ഷെ ഇപ്പോഴും സിഗ്നൽ കിട്ടുന്നില്ല. ഭാഗ്യത്തിന് ബ്രോഡ്ബാൻഡ് ഉള്ളതുകൊണ്ട് ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയകൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ സിറ്റികളിൽ കുടുങ്ങിപ്പോയ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി. അത് മാത്രമല്ല അതിജീവിക്കുന്നവരൊക്കെ അവരുടെ ഫോട്ടോയ്ക്കൊപ്പം #alive എന്നെഴുതി പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവനും അങ്ങനെ ചെയ്തു. ഇടയ്ക്ക് ഉയരം കൂടിയ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും ഒരുത്തൻ ജനാലയിൽ തൂങ്ങി പിടിച്ചു കിടന്നുകൊണ്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നത് കണ്ടു. പക്ഷേ അവൻ കാല് തന്നെ താഴെ ചെന്ന് വീഴുന്നതോടെയാണ് ലൈവ് സ്ട്രീം അവസാനിക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് ഒരുപക്ഷെ സമീപത്തെങ്ങാനും വേറെയും ആരെങ്കിലും അതിജീവിക്കുന്നുണ്ടോ എന്നറിയാൻ ജോൺ ഡ്രോൺ ഉപയോഗിച്ച് സമീപമുള്ള അപ്പാർട്ട്മെന്റ്സും ബിൽഡിങ്ങുകളും ഒക്കെ പരിശോധിച്ചു നോക്കി. പക്ഷെ അതിജീവിക്കുന്ന ഒരാളെ പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അതിനിടയിൽ ഡ്രോണിന്റെ ബാറ്ററി ചാർജും തീരാറായി. അതുകൊണ്ട് ഡ്രോണിനെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ അവൻ വീണ്ടും കുറെ നേരം പബ്ജി കളിച്ചു. എന്നാൽ അതിനിടയിൽ ഇന്റർനെറ്റ് കണക്ഷനും നഷ്ടമായി.
അന്ന് രാത്രി പുറത്ത് ഏതോ കാറിന്റെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് അവൻ ഉണർന്നു. ജനാല വഴി നോക്കിയപ്പോൾ ഒരു പോലീസുകാരിയെ സോംബികൾ തുരത്തുകയാണ്. കുറെ സോംബികളെ അവള് വെടിവെച്ച് കൊന്നുകളഞ്ഞു. പക്ഷെ എന്നിട്ടും വീണ്ടും വീണ്ടും സോംബീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവളുടെ ബുള്ളറ്റ്സും തീർന്നു. ഉടനെ സോംബീസ് എല്ലാം കൂടെ ഓടി വന്ന് അവളെ ആക്രമിക്കാൻ തുടങ്ങി. അവളെ രക്ഷിക്കാമെന്ന് കരുതി ജോൺ ശബ്ദമുണ്ടാക്കി സോംബികളുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ സോംബികൾ അവനെ വകവെച്ചില്ല. എന്നാൽ ഇവന്റെ ശബ്ദം കേട്ടിട്ട് നേരത്തെ കണ്ട തടിയൻ സോംബി വാതിലിൽ വന്ന് മുട്ടാൻ തുടങ്ങി. സെക്കൻഡുകൾ കൊണ്ട് സോംബി വാതിലും തകർത്ത് അകത്ത് കയറി വന്നു. ഫ്രിഡ്ജ് ഇരുന്നെങ്കിലും അതിനെയും തള്ളി മാറ്റിയിട്ട് ജോണിനെ ആക്രമിക്കാൻ വന്നു. ജോൺ വേഗം ഓടിച്ചെന്ന് താഴോട്ട് ചാടുന്നത് പോലെ കാണിച്ചിട്ട് ബാൽക്കണിയിലെ കമ്പിയിൽ തൂങ്ങി പിടിച്ചു കിടന്നു. എന്നാൽ പിന്നാലെ വന്ന സോംബിയാണെങ്കിൽ താഴെ ചെന്ന് വീണ് ചമ്മന്തിയായി പോയി. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. ശേഷം അവൻ ചെന്ന് വാതില് കൂടുതൽ സുരക്ഷിതമായിട്ട് ലോക്ക് ചെയ്തു വെച്ചു. പിന്നെ അവൻ ഒരു ലൈവ് സ്ട്രീം ചെയ്തു. ഈ സിറ്റുവേഷൻ വളരെ ഭീതിജനകമാണെന്നും ഇവിടെ നിന്നും ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ലെന്നുമാണ് അവൻ ലൈവിൽ പറഞ്ഞത്. 5 ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ജോൺ ഇപ്പോൾ അവന്റെ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കഷായ പാനീയങ്ങൾ എടുത്ത് കുടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ജനാല വഴി അവനെ സോംബികളൊന്നും കാണാതിരിക്കാൻ ജനാല മുഴുവൻ കളർ പേപ്പേഴ്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ ന്യൂസ് കാണാൻ തുടങ്ങി. ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് സോംബീസിന് പൊതുവെ മനുഷ്യരുടെ അത്രത്തോളം കഴിവുകളൊന്നും ഉണ്ടായിരിക്കില്ല. അവര് വളരെ ദുർബലരായിരിക്കും. എന്നിരുന്നാലും ചില സോംബികൾ പഴയതുപോലെ തന്നെ ശക്തരാണ്. അവയിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാനും സാധിക്കില്ല. അതുകൊണ്ട് ആരും തന്നെ പുറത്തിറങ്ങരുത് എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. അങ്ങനെ ന്യൂസ് കാണുന്നതിനിടയിൽ നൂഡിൽസിന്റെ ഒരു പരസ്യം കണ്ടു. അപ്പോഴാണ് പണ്ട് അനിയത്തി കാണാതെ ഇവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ന്യൂഡിൽസിന്റെ കാര്യം ഓർത്തത്. ഉടൻ തന്നെ അവൻ ചെന്ന ന്യൂഡിൽസ് പാകം ചെയ്ത് കഴിച്ചു. ഇതായിരുന്നു അവന്റെ അവസാനത്തെ ആഹാരം. ഇനി മുഴുവൻ പട്ടിണിയാണ്. കഴിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വെള്ളത്തിന്റെ കുപ്പി തള്ളിയിട്ടു. അതുകൊണ്ട് കൂടുതൽ വെള്ളം എടുക്കാൻ വേണ്ടി അവൻ അടുക്കളയിൽ പോയി. പക്ഷേ നിർഭാഗ്യവശാൽ ടാപ്പിൽ നിന്നും വെള്ളം വരുന്നില്ല. അപ്പാർട്ട്മെന്റിലെ മൊത്തം ടാപ്പുകളും ചെക്ക് ചെയ്ത് നോക്കി. ഒന്നിലും വെള്ളം വരുന്നില്ല. വേറെ നിവർത്തിയില്ലാതെ അവൻ ചെന്ന് തറയിൽ വീണ വെള്ളം നക്കി കുടിച്ചു. അടുത്ത് വീണ്ടും 3 ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് കാണിക്കുന്നത്. വെള്ളവും ആഹാരവും ഒന്നുമില്ലാതെ അവൻ ആകെ അവശനായിരിക്കുകയാണ്. ടിവിയിൽ ഇപ്പോൾ ന്യൂസ് ഒന്നും കാണിക്കുന്നില്ല. ആരും പുറത്തിറങ്ങരുത് എന്നൊരു എമർജൻസി മെസ്സേജ് ആണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെ ഇവിടെ ഇരുന്നിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. ഇന്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് പുറത്തെന്താണ് നടക്കുന്നതെന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അവന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ ലാപ്ടോപ്പിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു വെച്ചു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ പുറത്ത് എപ്പോഴും നിറയെ സോംബികളാണ്. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവൻ ഇയർഫോൺസ് വെച്ച് പാട്ട് കേൾക്കുന്നതിനിടയിൽ അവന്റെ പാരന്റ്സും അനിയത്തിയും വീട്ടിൽ കയറി വന്നു. അവനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷം തോന്നി. പക്ഷെ ആ സന്തോഷം ഏതാനും ചില സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് അവന്റെ മനസ്സിൽ തോന്നി ഒരു ഹാലൂസിനേഷൻ മാത്രമായിരുന്നു. അത് തിരിച്ചറിഞ്ഞതും അവൻ സങ്കടം കൊണ്ട് കരയാൻ തുടങ്ങി. അവന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോണിൽ സിഗ്നൽ കിട്ടിയത്. അവൻ വേഗം അമ്മയെ വിളിച്ചു നോക്കി. അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടാത്തതിനാൽ ഒന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ ബാൽക്കണിയിൽ നിന്നിട്ട് സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് ഫോൺ ഉയർത്തിപ്പിടിച്ചു. അപ്പോഴാണ് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിച്ചത്. താഴെ ജോൺ വീഴുന്നതും കാത്ത് കുറെ സോംബികൾ നിൽപ്പുണ്ട്. നമ്മൾ ഇപ്പോഴും സേഫ് ആണെന്നും ഒരു കാരണവശാലും നീയും പുറത്തിറങ്ങരുതെന്നുമാണ് അമ്മ പറയുന്നത്. നിർഭാഗ്യവശാൽ അങ്ങനെ അമ്മയുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അവരെ സോംബികൾ വന്ന് ആക്രമിക്കുന്നതും അവരെ നിലവിളിക്കുന്നതുമൊക്കെ ജോൺ കേട്ടു. അപ്പോൾ തന്റെ കുടുംബം മുഴുവൻ സോംബികളുടെ ഇരകളായെന്ന് ജോണിന് മനസ്സിലായി. അതോടെ അവന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ദേഷ്യത്തിൽ അവൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചു. എന്നിട്ടും ദേഷ്യം അടങ്ങാത്തതുകൊണ്ട് അവൻ പുറത്തു ചെന്ന് ഒരു സോംബിയെ കമ്പി കൊണ്ട് അടിച്ച് ചമ്മന്തിയാക്കി. പക്ഷെ അവൻ അലറി വിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് താഴെ നിന്നും കുറെ സോംബികൾ അവനെ ആക്രമിക്കാൻ ഓടി വന്നു. പേടിച്ചിട്ട് ജോൺ വേഗം അവിടെ ഓടിച്ചെന്ന് ഒരിടത്ത് ഒളിച്ചു നിന്നു. എന്നിട്ട് സോംബികളെല്ലാം പോയ ശേഷം അവൻ ശബ്ദമുണ്ടാക്കാതെ തിരിച്ചു വന്ന് അവന്റെ അപ്പാർട്ട്മെന്റിൽ കയറി. അടുത്ത് 20-ാം ദിവസത്തെ രംഗമാണ് കാണിക്കുന്നത്. ആഹാരവും വെള്ളവും ഇല്ലാതെ ഇനിയും അധികം നാളുകൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയാൽ പുറത്ത് മൊത്തം സോംബികളാണ്. അതിനാൽ കൂടുതൽ കിടന്ന് നരകിക്കാതെ അവൻ സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ലേസർ ലൈറ്റ് വന്ന് അവന്റെ മുഖത്തടിച്ചു. എന്നിട്ട് അത് ചുമരിലെ ഒരു പോസ്റ്ററിലുള്ള നോ എന്ന വാക്കിൽ പോയിന്റ് ചെയ്തു. ആരോ ഇവന്റെ അടുത്ത് ആത്മഹത്യ ചെയ്യരുതെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ കൂടാതെ വേറെയും ആരോ അതിജീവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അത് മനസ്സിലായതും ഉടൻ തന്നെ ആത്മഹത്യയിൽ നിന്നും അവൻ പിന്മാറി. പിന്നെ ജനാല വഴി നോക്കിയപ്പോൾ അപ്പുറത്തെ ബിൽഡിംഗിൽ ആലീസ് നിൽക്കുന്നത് കണ്ടു. അവള് സ്ഥിരമായിട്ട് ഇവനെ ബൈനോക്കുലേഴ്സ് വെച്ച് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോ പെണ്ണ് ചെയ്തതുകൊണ്ട് നിരീക്ഷണം, ആണ് ചെയ്തിരുന്നെങ്കിൽ ചൂഷണമായേനെ.
എനിവേ ആലീസിനെ കണ്ടതും ജോണിന് ശരിക്കും സന്തോഷമായി. അടുത്ത് ആലീസിന്റെ അപ്പാർട്ട്മെന്റ് കാണിക്കുന്നുണ്ട്. അവളുടെ സർവൈവ് ചെയ്യാൻ ആവശ്യമായി ഒരുപാട് ടൂൾസ് ഉണ്ട്. അവള് അപ്പാർട്ട്മെന്റ് മൊത്തം പലതരം കെണികൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവളുടെയിലും ആഹാരവും വെള്ളവും ഒക്കെ തീരാറായി. എന്നിരുന്നാലും അവളുടെ ചെടിക്ക് പോലും അവള് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൻ വളരെ ആകാംക്ഷയോടെ ജനാല തുറന്നു നോക്കി. ആലീസ് അവനെയും കാത്ത് അവളുടെ ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു. ശബ്ദമുണ്ടാക്കിയാൽ അവരെ താഴെയുള്ള സോംബികൾ കാണും. അതുകൊണ്ട് ആംഗ്യ ഭാഷയിലൂടെയും മൊബൈൽ ഫോൺസ് ഉപയോഗിച്ചും അവരെ സംസാരിച്ചു. അതിനിടയിൽ അവൾ എന്തോ ശബ്ദം കേട്ടു. അതുകൊണ്ട് നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവള് പോയി. അവൾ ചെന്ന് നോക്കിയപ്പോൾ അവളുടെ ട്രാപ്പിൽ ഒരു സോംബി കുടുങ്ങി കിടക്കുകയാണ്. അവളൊരു കോടാലി എടുത്ത് അതിനെ അറഞ്ചം പുറഞ്ചം വെട്ടി കൊന്നുകളഞ്ഞു. അന്ന് രാത്രി വലിയ മഴ പെയ്തു. രണ്ടുപേരും മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടി പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തു വെച്ചു. അടുത്ത ദിവസം ജോൺ വിശന്നു വലഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ആലീസ് അവന് ഉള്ളതിൽ നിന്നും കുറച്ച് ആഹാരം കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവൾ ഒരു ബോളിൽ കയറ് കെട്ടി അത് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ കയറിലൂടെ ആഹാരം അയച്ചു കൊടുക്കാമെന്നായിരുന്നു അവളുടെ പ്ലാൻ. പക്ഷേ ബോള് അപ്പാർട്ട്മെന്റ് വരെ എത്തിയില്ല. അത് ചെന്ന് റോഡിലാണ് വീണത്. അപ്പോൾ ജോൺ ഒരു ഐഡിയ തോന്നി. അവന്റെയിലും കുറച്ച് കയറുണ്ടായിരുന്നു. അതിന്റെ ഒരറ്റം അവൻ അവന്റെ അപ്പാർട്ട്മെന്റിൽ കെട്ടി, മറ്റേ അറ്റം ഡ്രോൺ ഉപയോഗിച്ച് അവളുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അത് അവള് അവളുടെ അപ്പാർട്ട്മെന്റിൽ കെട്ടിവെച്ച ശേഷം ഒരു ബാഗ് നിറയെ ആഹാരവും വെള്ളവും അവൻ അയച്ചു കൊടുത്തു. അങ്ങനെ അവൻ ആർത്തിയോടെ ആഹാരം കഴിക്കുന്നതിനിടയിൽ നേരത്തെ താഴെ ചെന്ന് വീണ ബോളിനെ ഒരു സോംബി എടുക്കുന്നത് ശ്രദ്ധിച്ചു. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ സോംബി ആ കയറ് പിടിച്ച് വലിച്ചു. അതൊരു ടേബിളിലാണ് അവൾ കെട്ടിവെച്ചിരുന്നത്. അങ്ങനെ ആ ടേബിൾ വന്നിടിച്ച് അവളുടെ ബോധം കെട്ട് വീണു. ടേബിൾ ആണെങ്കിൽ ബാൽക്കണിയിലെ കമ്പിയിൽ കുടുങ്ങി കിടക്കുകയാണ്. അതിനാൽ സോംബി ആ കയറിലൂടെ പിടിച്ചു കയറി മുകളിലേക്ക് വരികയാണ്. സോംബീസിന്റെ ശ്രദ്ധ തിരിപ്പിക്കാൻ ജോൺ കുറെ ബോട്ടിൽസ് എടുത്ത് സോംബികളെ എറിഞ്ഞു. പക്ഷേ സോംബികൾ അത് വകവെച്ചില്ല. പിന്നെ അവൻ ഡ്രോൺ ഉപയോഗിച്ച് സോംബിയെ തള്ളിയിടാൻ നോക്കി. കുറെ നേരം അവൻ ഡ്രോൺ കൊണ്ട് സോംബിയെ ആക്രമിച്ചു. എന്നാൽ അവസാനം സോംബി ഡ്രോണിനെ പിടിച്ചെടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് പതിയെ ആലീസിന്റെ അപ്പാർട്ട്മെന്റിൽ കയറാൻ നിന്നതും ഭാഗ്യത്തിന് ആലീസിന് ബോധം വന്നു. അവള് ഓടിവന്ന് സോംബിയെ അടിച്ച് താഴെ തള്ളിയിട്ടു. അങ്ങനെ അവള് രക്ഷപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെയിലുണ്ടായിരുന്ന ആഹാരമെല്ലാം തീരാറായി. അതിനാൽ അന്ന് രാത്രി അവൻ മറ്റ് അപ്പാർട്ട്മെന്റുകളിൽ കയറി പരിശോധിച്ചു നോക്കി. നടക്കുമ്പോൾ ശബ്ദമുണ്ടാകാതിരിക്കാൻ കാലിൽ തുണിയൊക്കെ ചുറ്റിക്കെട്ടിയിട്ടാണ് അവൻ പോകുന്നത്. അപ്പാർട്ട്മെന്റിന് പുറത്ത് ഒരുപാട് മൃതശരീരങ്ങൾ കിടക്കുന്നത് കാണാം. മറ്റ് അപ്പാർട്ട്മെന്റുകളിൽ നിന്നും അവന് കുറച്ച് ആഹാരവും വെള്ളവും ജാക്കറ്റും ഒക്കെ കിട്ടി. ഒരിടത്ത് നിന്ന് 2 വോക്കി ടോക്കികളും കിട്ടി. അവസാനം ഒരു അപ്പാർട്ട്മെന്റിൽ കയറിയപ്പോൾ ഒരു തീ ബെഡിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അത് കണ്ട് പേടിച്ചു നിൽക്കുന്നതിനിടയിൽ ഒരു സോംബി അവനെ ആക്രമിക്കാൻ വന്നു. സോംബിയുടെ കടി കിട്ടാതിരിക്കാൻ ബെഡിൽ കിടന്ന മൃതശരീരത്തിനെ ജോൺ ഷീൽഡായിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് സോംബിയെ തള്ളി മാറ്റിയിട്ട് വേഗം അവിടെ ഓടി. സോംബിയും പിന്നാലെ ഉണ്ടായിരുന്നു. ഓടുന്നതിനിടയിൽ അവൻ ഒരു കമ്പി വലിച്ചു തള്ളിയിട്ടു. ആ കമ്പിയിൽ ഇടിച്ച് സോംബി പടമായി. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. പിന്നെ അവൻ ശബ്ദമുണ്ടാക്കാതെ തിരിച്ചു വന്ന് അവന്റെ അപ്പാർട്ട്മെന്റിൽ കയറി. എന്നിട്ട് ഒരു വോക്കി ടോക്കിയും കുറച്ച് ഫുഡും ഒരു ബാഗിലാക്കിയിട്ട് അതിനെ കയറിലൂടെ അവൾക്ക് അയച്ചു കൊടുത്തു. പിന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ അവര് വോക്കി ടോക്കിയിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അവള് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണെന്നാൽ കുറച്ചു നാളുകൾക്ക് മുന്നേ അവളും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവള് ധൈര്യശാലിയായതിനാൽ അതിൽ നിന്നും പിന്മാറി. എന്തായാലും പിന്നെയുള്ള കുറെ ദിവസങ്ങൾ അവരെ എപ്പോഴും വോക്കി ടോക്കിയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ആലീസ് അബദ്ധത്തിൽ ഒരു മേശ തള്ളിയിട്ടു. അത് കാരണം താഴെ നിന്ന് സോംബീസ് ഒക്കെ മുകളിലേക്ക് കയറി വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാം അവസാനിച്ചു എന്നാണ് ആലീസ് കരുതിയത്. എന്നാൽ ജോണിന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഈ കെട്ടിടങ്ങളിലെ ലാൻഡ് ഫോണുകളെല്ലാം തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അവൻ ലാൻഡ് ഫോണിലൂടെ മറ്റൊരു അപ്പാർട്ട്മെന്റിനെ വിളിച്ചു. അപ്പോൾ ആലീസിന്റെ അപ്പാർട്ട്മെന്റിൽ കയറാതെ സോംബികളെല്ലാം ആ ഫോണിന്റെ ശബ്ദം കേട്ട അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അങ്ങനെ അവള് രക്ഷപ്പെട്ടു. ഇനി എന്തായാലും ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറസ് ആണെന്ന് അവർക്ക് ബോധ്യമായി. നോക്കിയപ്പോൾ ജോണിന്റെ അപ്പാർട്ട്മെന്റിന് മുകളിലുള്ള നില മൊത്തത്തിൽ സോംബികളൊന്നുമില്ലാതെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. അതിനാൽ നമുക്ക് 2 പേർക്കും കൂടെ അങ്ങോട്ട് പോകാമെന്ന് ആലീസ് പറഞ്ഞു. ജോണും അത് സമ്മതിച്ചു. പക്ഷേ പുറത്തിറങ്ങുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ജോൺ വളരെ കഷ്ടപ്പെട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ നോക്കിയപ്പോൾ ആലീസ് കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ ഒരു കയറ് കെട്ടി താഴെ ഇറങ്ങി. ഉടനെ സോംബികളെല്ലാം കൂടെ അവളെ ആക്രമിക്കാൻ വന്നു. വളരെ വിദഗ്ധമായിട്ടാണ് അവള് സോംബീസിനെ ഫൈറ്റ് ചെയ്യുന്നത്. അത് കണ്ട് ജോൺ ശരിക്കും അത്ഭുതപ്പെട്ടു. ഇടയ്ക്ക് അവൾക്ക് നേരത്തെ കണ്ട പോലീസിന്റെയിലിരുന്ന തോക്ക് കിട്ടി. അതും എടുത്തോണ്ട് ഓടുന്നതിനിടയിൽ ഒരു സോംബി വന്ന് അവളെ തള്ളിയിട്ടു. എന്നിട്ട് അവളെ കടിക്കാൻ നിന്നതും ജോൺ വന്ന് ആ സോംബിയെ അടിച്ച് പറത്തി. ശേഷം 2 പേരും കൂടെ സോംബികളുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഇടയ്ക്ക് കുറെ സോംബികളെ അവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ അവര് അവന്റെ ബിൽഡിങ്ങിൽ കയറി മുകളിലത്തെ നിലയിലെത്തി.
നിർഭാഗ്യവശാൽ അപ്പോഴും സോംബീസ് അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും അപ്പാർട്ട്മെന്റിൽ കയറി രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോൾ എല്ലാ അപ്പാർട്ട്മെന്റ്സും ലോക്ക് ചെയ്തിരിക്കുകയാണ്. സോംബീസ് ആണെങ്കിൽ അവരുടെ തൊട്ടടുത്ത് എത്താറായി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും പെട്ടെന്നൊരു മനുഷ്യൻ പുറത്തിറങ്ങി വന്നിട്ട് സ്മോക്ക് ബോംബുകളിട്ട് സോംബീസിന്റെ ശ്രദ്ധ തിരിപ്പിച്ചു. എന്നിട്ട് രണ്ടുപേരെയും കൊണ്ട് അയാളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കേറി. അയാളടുത്ത് സംസാരിച്ചപ്പോൾ അയാൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് അവർക്ക് തോന്നി. ശേഷം അയാൾ രണ്ടുപേർക്കും വയറ് നിറയെ ആഹാരവും വെള്ളവും നൽകി. കഴിക്കുന്നതിനിടയിൽ അയാൾ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്നാൽ ഈ സിറ്റിയിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ അധികം വൈകാതെ ഒരു റെസ്ക്യൂ ടീം വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ ജോണിനും ആലീസിനും ഒരുപാട് സന്തോഷമായി. പക്ഷേ പെട്ടെന്ന് ജോൺ മയങ്ങി വീണു. സംഭവം രണ്ടുപേർക്കും നൽകിയ വെള്ളത്തിൽ അയാള് മയങ്ങുന്ന മരുന്നൊഴിച്ചിരുന്നു. ഭാഗ്യത്തിന് അവള് കുറച്ച് വെള്ളം മാത്രമേ കുടിച്ചോളൂ. അതിനാൽ അവള് ബോധം കെട്ട് വീണില്ല. എന്നിരുന്നാലും അയാള് ആലീസിനെ പിടിച്ച് ഒരു മുറിയിൽ അടച്ചു. ആ മുറിയിൽ ഒരു സോംബി ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ അയാളുടെ ഭാര്യയാണ്. ഭാര്യയ്ക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇവരെ രക്ഷിച്ചത്. ഈ മുറിയിൽ നിറയെ രക്തക്കറ കാണുമ്പോൾ ഇതിനു മുൻപും ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആലീസിനെ കണ്ടതും സോംബി ആക്രമിക്കാൻ വന്നു. ഭാഗ്യത്തിന് അപ്പോഴാണ് ജോൺ ഉണർന്നത്. അവൻ ഓടിവന്ന് വാതിൽ തുറന്ന് ആലീസിനെ രക്ഷിക്കാൻ നോക്കി. പക്ഷെ അയാൾ അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത് കാരണം അവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കാതെയായി. അകത്ത് എന്താണ് സംഭവിച്ചതെന്നറിയാൻ അയാള് വാതിൽ തുറന്നു നോക്കി. ഉടനെ സോംബി അയാളെ ആക്രമിച്ചു. എന്നിട്ട് അയാളെ കടിക്കുകയും ചെയ്തു. ഭാഗ്യത്തിന് ആലീസിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനും കൂടെ സോംബി ആയിട്ട് മാറുന്നതിന് മുന്നേ ഞങ്ങളെ രണ്ടുപേരെയും കൊന്നുകളയാൻ അയാള് ആലീസിനോട് പറഞ്ഞു. അവൾ ഉടനെ നേരത്തെ കിട്ടിയ തോക്കെടുത്ത് അയാളെയും സോംബിയെയും വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ ആ വെടിയൊച്ച കേട്ട് താഴെ നിന്ന സോംബികളൊക്കെ മുകളിൽ കയറി വരാൻ തുടങ്ങി. സോംബികളുടെ കടി കൊണ്ട് സോംബികളായി മാറി മരിക്കുന്നതിനേക്കാൾ നമുക്ക് സ്വയം മരിക്കാമെന്ന് ആലീസ് പറഞ്ഞു. രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലെന്ന് തിരിച്ചറിഞ്ഞ ജോണും അത് സമ്മതിച്ചു. എന്നാൽ അപ്പോഴാണ് അകലിൽ നിന്നും ഹെലികോപ്റ്ററുകൾ വരുന്ന ശബ്ദം കേട്ടത്. അത് റെസ്ക്യൂ ടീം ആയിരിക്കുമെന്ന് ഇവർക്ക് മനസ്സിലായി. ഉടനെ അവര് പുറത്തിറങ്ങി സ്മോക്ക് ബോംബുകളിട്ട് സോംബീസിന്റെ ശ്രദ്ധ തിരിപ്പിച്ചു. എന്നിട്ട് വേഗം ടെറസിലേക്ക് ഓടി. വലിയൊരു കൂട്ടം സോംബികൾ അവരുടെ പിന്നാലെയുണ്ട്. ഓടുന്നതിനിടയിൽ ചില സോംബീസിനെ അവര് കൊന്നുകളഞ്ഞു. ഇടയ്ക്ക് ഒരു സൈക്കിൾ ഉപയോഗിച്ച് ജോൺ സോംബീസിനെ തടയാൻ നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് അവര് വീണ്ടും ഓടി. അവസാനം രണ്ടുപേരും ടെറസിലെത്തി. എന്നിട്ട് ടെറസിലേക്ക് കയറാനുള്ള വാതിലും ലോക്ക് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഹെലികോപ്റ്റേഴ്സിനെയൊന്നും കാണാനില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ വാതിലും തകർത്തുകൊണ്ട് സോംബീസ് എല്ലാം ടെറസിൽ കയറി വന്നു. ജോൺ തുരാന്ന് വെടിവെച്ച് കുറെ സോംബികളെ കൊന്നുകളഞ്ഞു. പക്ഷേ സോംബികളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. ഇനി എത്ര തന്നെ ശ്രമിച്ചാലും ഇത്രയും സോംബികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് സ്വയം വെടിവെച്ച് മരിക്കാമെന്ന് അവര് വീണ്ടും തീരുമാനിച്ചു. ഭാഗ്യത്തിന് അപ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ ഉയർന്നു വന്നത്. ഹെലികോപ്റ്ററിലിരുന്നവര് സോംബീസിനെയൊക്കെ തുരാന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. ആ തക്കത്തിൽ ജോണും ആലീസും വേഗം ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെട്ടു. കുറച്ചു ദൂരം പോയതും ജോണിന്റെ ഫോണിൽ സിഗ്നൽ കിട്ടി. ഉടനെ അവന്റെ പാരന്റ്സ് അയച്ച് കുറെ മെസ്സേജ് കിട്ടി. നമ്മളെല്ലാവരും ഇവിടെ സേഫ് ആണെന്നാണ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ജോണിന് ആശ്വാസമായി. അങ്ങനെ എല്ലാം ശുഭകരമായിട്ട് അവസാനിക്കുന്നതോടെ സിനിമയും തീരുകയാണ്.